നമ്മുടെ നിയമത്തിൽ വിസിൽ ബ്ലോവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അഴിമതി ചൂണ്ടിക്കാണിക്കുകയും അത് പൊതുജന സമക്ഷം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളെയാണ് സാധാരണഗതിയിൽ വിസിൽ ബ്ലോവർ എന്ന് വിളിക്കുക. അങ്ങനെ ആ അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും. എന്നാൽ ഒരു പാർട്ടിയുടെ വലിയ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഒരു ഭാരവാഹിയെ, ഒരു പ്രധാന പ്രവർത്തകനെ ആ പാർട്ടി അടുത്ത ദിവസം തന്നെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കി പുറത്താക്കും എന്നാണ് കേൾക്കുന്നത്. പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ധൻരാജ് എന്ന് പറയുന്ന ഒരു സഖാവ് RSSകാരുടെ ആക്രമണത്തിൽ മൃഗീയമായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സമാഹരിക്കാൻ തീരുമാനിച്ച രക്തസാക്ഷി ഫണ്ട് വലിയ തോതിൽ കൊള്ളയടിക്കപ്പെട്ടു എന്ന ആരോപണവുമായിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം രംഗത്ത് വന്നത്. എന്നാൽ ആ ആരോപണത്തെ അന്വേഷിക്കാനോ ആ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കാനോ മുതിരാതെ അങ്ങനെയൊരു വിഷയം പൊതുജന സമക്ഷത്തിലേക്ക് എത്തിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം പറയുന്നത് പയ്യന്നൂരിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത 70 ലക്ഷം രൂപ കാണാനില്ല എന്നാണ്. അതുകൂടാതെ മറ്റുള്ളതും. അതോടൊപ്പം തന്നെ ഈ രക്തസാക്ഷി ഫണ്ട് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി അച്ചടിച്ച റസീത് ബുക്കുകളിൽ പലതും കാണാതാവുകയും ആ റസീത് ബുക്ക് ഇദ്ദേഹം ഓഡിറ്ററായി പ്രവർത്തിച്ച സമയത്ത് ഈ ഫണ്ടിനെ സംബന്ധിച്ച് ഓഡിറ്റ് ചെയ്തത് കുഞ്ഞികൃഷ്ണൻ സഖാവാണ്. അദ്ദേഹം ആ റസീത് ബുക്കിന് വേണ്ടി വീണ്ടും ആവശ്യമുന്നയിച്ച സമയത്ത് ഉത്തരവാദപ്പെട്ടവർ ഹാജരാക്കിയില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോൾ മറ്റ് ചില റസീത് ബുക്കുകൾ പുതുതായി അച്ചടിച്ചു കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി പോലും. അദ്ദേഹം അത് ഒത്തുനോക്കിയ സമയത്ത് രണ്ടും രണ്ട് തരം ബുക്കുകളാണ്. അപ്പോൾ അതിൽ എഴുതിയ, നേരത്തെ അച്ചടിച്ചു കൊടുത്ത റസീത് ബുക്കുകളിൽ എഴുതിയ തുക പലതും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഓഡിറ്റിന് സമർപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPMൻ്റെ സമുന്നതനായ നേതാവ്, ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന, പിന്നീട് ജില്ലാ കമ്മിറ്റി അംഗമായി മാറിയ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ട സമീപനം? രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു സഖാവിനെ സംബന്ധിച്ചിടത്തോളവും നെഞ്ചു കീറുന്ന അനുഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയൊരു ഫണ്ടിൻ്റെ കാര്യത്തിൽ പാർട്ടി വേദികളിൽ നിരന്തരമായി വിഷയം ഉന്നയിച്ചിട്ടും അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വലിയ കൊട്ടിഘോഷിക്കുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ആ വിഷയം ഉന്നയിച്ചു പോന്ന കുഞ്ഞികൃഷ്ണനെ ആ പാർട്ടി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ആ കണക്ക് അവതരിപ്പിക്കുന്നതിന് വൈകിയതിൻ്റെ പേരിൽ ചില ആളുകൾക്കെതിരായി ചില നടപടികൾ എടുത്തതൊഴിച്ചാൽ ആ ഫണ്ട് മുക്കിയ ആളുകളെക്കുറിച്ച് പാർട്ടി നിശബ്ദത പാലിച്ചു എന്നാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നത്. ആരൊക്കെയാണ്? വലിയ വലിയ നേതാക്കളാണ്. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിന് പിന്നിൽ എന്നാണ് കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണം. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചില്ല. മാത്രവുമല്ല, അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച ആളെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കാൻ പോകുന്നു. ഇത് കേവലം പാർട്ടിയുടെ കാര്യമല്ല. സാധാരണ പീഡന ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കമ്മീഷൻ പോയി അത് തീവ്രതയുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ അളന്നു പോരുന്ന പതിവുള്ളവരാണ്. ഞങ്ങൾക്ക് പാർട്ടി കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട് എന്നൊക്കെ പറയുന്ന പാർട്ടി നേതാക്കളുള്ള പാർട്ടിയാണ്. പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് പിരിച്ചെടുത്ത പണമാണ്, പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണമാണ്. അതും ഒരു MLA നേതൃത്വം കൊടുത്ത് പിരിച്ചെടുത്ത പണമാണ്. ആ പണത്തെ സംബന്ധിച്ച് കണക്ക് പറയേണ്ടത് പൊതുജനങ്ങളുടെ കൂടി ആവശ്യമാണ്. കാരണം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാൻ എന്ന വൈകാരികമായ വിഷയം ഉയർത്തിക്കൊണ്ടാണ് ആ പിരിവ് നടന്നിട്ടുള്ളത്. പ്രളയ ഫണ്ട് തിരിമറി നടത്തിയതിനെക്കുറിച്ച് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ നടത്തിയ കൊള്ളയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ പിരിച്ചെടുത്ത 3 കോടി രൂപ, ആ 3 കോടി രൂപയിൽ ഏതാണ്ട് 100 സ്ക്വയർ മീറ്റർ മാത്രം വരുന്ന ഒരു വീട് പണിതു കൊടുത്തു. ആ കുടുംബത്തിൽ സഹോദരിയുടെ വിവാഹത്തിന് 25 ലക്ഷം രൂപ കൊടുത്തു എന്നതൊഴിച്ചാൽ 3 കോടി രൂപ പിരിച്ചെടുത്തതിൽ ബാക്കി പണം എവിടെ പോയി എന്നതിന് ഇന്ന് വരെ പൊതുസമൂഹത്തിൽ മറുപടി പറയാൻ CPMന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏതു തരത്തിൽ പണം വന്നാലും അതുപോലും കൊള്ളയടിക്കുന്ന, വ്യാജ റെസീറ്റ് ഉണ്ടാക്കുന്ന, വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന, കണക്ക് ചോദിക്കുന്നവനെ പിടിച്ചു പുറത്തിടുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. അങ്ങ് 18ാം പടിക്ക് മുകളിൽ കുടികൊള്ളുന്ന ഭഗവാൻ അയ്യപ്പൻ്റെ സ്വർണം പോലും കട്ട നേതാക്കൾ വലിയ വലിയ പദവികളിലിരിക്കുമ്പോൾ
ഇങ്ങ് താഴെ പാർട്ടി ഘടകങ്ങളിൽ രക്തസാക്ഷി ഫണ്ട് പോലും കൊള്ളയടിക്കുന്നവരാണ് CPMൻ്റെ നേതാക്കളായിരിക്കുന്നത് എന്നതാണ് നമ്മൾ കേൾക്കുന്ന വിശേഷം. എന്തായാലും വരും ദിവസങ്ങളിൽ മാഷാ അള്ളാ സ്റ്റിക്കർ പതിച്ച ഒരു ഇന്നോവ ഒരുപക്ഷെ കുഞ്ഞികൃഷ്ണനെയും തിരഞ്ഞു വന്നേക്കാം. അതല്ലെങ്കിൽ അവിടുത്തെ തെരുവുകളിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള വെട്ടിയ മുഖത്തോടു കൂടിയുള്ള കുഞ്ഞികൃഷ്ണൻ്റെ ഫ്ലക്സ് ബോർഡുകൾക്ക് സമാനമായി ഒരുപക്ഷെ കുഞ്ഞികൃഷ്ണനെ തേടി വടിവാളുകളുടെ മുഴക്കം വന്നേക്കാം. നമുക്കറിയില്ല ആ പാർട്ടി എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ ഒരു കുറിപ്പ് കണ്ടു. ആ കുറിപ്പ് വായിച്ചാൽ നമുക്കറിയാം ഈ വിഷയത്തെ എങ്ങനെയാണ് ആ പാർട്ടി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന്. അത്രമാത്രം നിഷേധാത്മകമായ തരത്തിലുള്ള ഒരു കുറിപ്പാണ് പാർട്ടി പുറത്തിറക്കിയത് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ പാർട്ടിയെയും അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയും മനസ്സിൽ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്ന് പറയാതെ വയ്യ.